ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി. കോടതി വിധിയിൽ വെള്ളം ചേർക്കാനുള്ള ബോധപൂർവ ശ്രമം ഒരു വിഭാഗം നടത്തുന്നുണ്ടെന്ന് മന്ത്രി ആരോപിച്ചു. എയ്ഡഡ് സ്കൂളിലെ ഭിന്നശേഷി അധ്യാപകരുടെ ആദ്യ നിയമന പ്രക്രിയ ഒക്ടോബർ 25-നകം പൂർത്തിയാക്കും. 7000 ഒഴിവുകൾ മാനേജ്മെന്റുകൾ മാറ്റിവെക്കണം. എന്നാൽ നിലവിൽ 1500 ഒഴിവ് മാത്രമേ എയ്ഡഡ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഭിന്നശേഷി സംവരണം അട്ടിമറിക്കുന്ന പ്രവണതയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സർക്കാർ ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണുള്ളത്. സുപ്രീം കോടതി വിധിയും അതുപോലെ RPWD ആക്ടിൽ പറയുന്ന വ്യവസ്ഥകളും നിർബന്ധമായി നടപ്പിലാക്കണമെന്ന നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. എന്നാൽ പല മാനേജ്മെൻറ്റുകളും ഈ കോടതി വിധികളെയും ഭിന്നശേഷി ആക്ടിനെയും അതിൽ വെള്ളം ചേർക്കുവാനും സമയത്തിന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് പകരം ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ ബോധപൂർവം നടക്കുകയാണ്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് തുടങ്ങിയത് മുതൽ ഏറ്റവും അവസാനം സുപ്രീം കോടതി NSSൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച വിധിന്യായം അടക്കം വച്ചുകൊണ്ടുള്ള ഒരു കൈപ്പുസ്തകം ഇറക്കുന്നതാണ്. ആ കൈപ്പുസ്തകത്തിൽ ഗവൺമെൻറ് ഇറക്കിയ ഉത്തരവുകൾ, വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ, കോടതി വിധികൾ എല്ലാം തന്നെ അതിൽ ഒരു സംശയത്തിനും ഇട നൽകാത്ത രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.